നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഏപ്രിൽ 4-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. ദുഃഖവെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കുമളി സ്പ്രിംഗ് വാലിയിൽ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ കുത്തേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. വാർത്തകൾ വിശദമായി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഏപ്രിൽ 4-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രിമുഖ്യൻ ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരി കൊടികയറ്റും. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി കലാപരിപാടികളും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം 10 ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം ഉണ്ടായിരിക്കും. ഏപ്രിൽ 14-ന് രാവിലെ വിഷുക്കണി ദർശനം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഏപ്രിൽ 4 മുതൽ 13 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കും. 4-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രിമുഖ്യൻ ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരി കൊടികയറ്റും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മുതൽ വലിയപാലം, ഭീമാ ജംഗ്ഷൻ, പുളിമൂട്ടിൽ കവല മുനിസിപ്പൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വരെ ദീപാലങ്കാരം ക്രമീകരിച്ചിട്ടുണ്ട്. 9-ാം ഉത്സവ ദിവസം ഉത്സവ ബലിദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ടിയും സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചു. 500ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് വേദിയിൽ നടക്കുന്നത്. ഇക്കൊല്ലം വാദ്യ കലകൾക്ക് പ്രത്യേകിച്ച് മേളത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ പ്രശസ്തരായ മേളപ്രമാണിമാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മേളമാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് തൃശ്ശൂർ പൂരം അടക്കമുള്ള വലിയ മേളങ്ങളിൽ, വലിയ പൂരങ്ങളിൽ പങ്കെടുക്കുന്ന മേളപ്രമാണിമാർ, അതാത് കലാരൂപങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരാണ് ഈ പ്രാവശ്യത്തെ മേളത്തിന് നമ്മൾ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മേളത്തിനും താളത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. രാത്രി അന്നദാനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ ഉത്സവം കഴിഞ്ഞ് വൈകിട്ട് നമ്മുടെ ഉച്ചയ്ക്കത്തെ അന്നദാനം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ കലാകാരന്മാർ ഈ പ്രാവശ്യം തന്നെ ഏതാണ്ട് 500-ലധികം കലാകാരന്മാരാണ് 10 ദിവസമായി പങ്കെടുക്കുന്നത്. പ്രാദേശിക തലത്തിലുള്ള കലാസമിതികൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. കലാകാരന്മാരും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും മറ്റ് ഉത്സവ ബന്ധുക്കൾക്കും എല്ലാം തന്നെ 10,000 പേരോളം ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേ പല ഭക്തജനങ്ങളും ഭക്ഷണം അന്വേഷിച്ച് ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്, അന്നദാനപ്പുരയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവർക്കും പരിപാടികളിൽ പങ്കെടുത്തിട്ട് പിന്നെ പോയി അന്നദാനം കഴിച്ചിട്ട് വീട്ടിൽ വരുന്നതിന് താമസമുള്ളത് കൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7-8 ഉത്സവത്തിന്, 7-ാം ഉത്സവത്തിന് നമ്മൾ സുപ്രസിദ്ധ സിനിമാ താരം ആശാ ശരത്തിന്റെ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 8-ാം ഉത്സവത്തിന് മധു ബാലകൃഷ്ണന്റെ ഭക്തിഗാനമേള. ഉത്സവവേദിക്ക് കഴിഞ്ഞ വർഷം തന്നെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. ഉത്സവ വലിയ ദർശനത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ, വലിയ തിരക്കുണ്ടാക്കാത്ത രീതിയിൽ ഉത്സവബലി ദർശനം കഴിഞ്ഞ ആൾക്കാർക്ക് മടങ്ങുവാനും, അതോടൊപ്പം തന്നെ അന്നദാനം തന്നെ ഉത്സവബലി കഴിയുമ്പോൾ തന്നെ അറിയാം 10-20,000-അടുത്ത് ആൾക്കാർ വലിയ ജനക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉത്സവബലി കഴിയുമ്പോൾ തന്നെ അന്നദാനം കൊടുത്ത് വലിയ തിരക്ക് ഒഴിവാക്കി വരുന്ന ഭക്തജനങ്ങൾക്ക് മൊത്തമായിട്ട് അന്നദാനം കൊടുത്തു വിടുന്ന ഒരു പരിപാടി കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 14-ന് രാവിലെ വിഷുക്കണി ദർശനവും 11 മണിക്ക് കളഭാഭിഷേകവും നടക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊല്ലം 10 ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീവിദ്യ രാജേഷ്, CC കൃഷ്ണൻ, KR വേണു, B വിജയകുമാർ, മാനേജർ B ഇന്ദിര, രക്ഷാധികാരി KK പുഷ്പാങ്കദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
വന്യമൃഗ ആക്രമണ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് നീതി കാണിക്കണമെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. കുമളി സ്പ്രിംഗ് വാലിയിലെ കർഷകന് കാട്ടുപോത്തിന്റെ ആക്രമണം മൂലം പരിക്കേറ്റത് വേദനയുളവാക്കുന്ന കാര്യമാണ്. വന്യമൃഗശല്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആകെ പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുമളി സ്പ്രിംഗ് വാലിയിൽ കുരിശുമല കയറാൻ പോയ ഒരു കർഷകനെ കാട്ടുപോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത്യധികം വേദനാജനകമാണ്. ഇക്കാര്യത്തിൽ വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങളാകെ പരാജയപ്പെടുക, അതോടൊപ്പം തന്നെ കൃഷിക്കാർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മിക്കവാറും പലയിടങ്ങളിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഈ കർഷകന് ഇങ്ങനെയൊരു ദുര്യോഗം ഉണ്ടായതിൽ വലിയ പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള അപകട അവസ്ഥ ഉണ്ടാകരുതെന്ന് പ്രത്യാശിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഒരു സംഭവം മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ടീമുകളുടെ ഭാഗമായിട്ട് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും ഫ്ലൈയിങ് സ്ക്വാഡും എല്ലാ മേഖലകളിലും ചെക്കിംഗ് നടത്തുകയും ഇതുവരെ 20 ലക്ഷം രൂപയോളം പിടിച്ചെടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. EVM പോലുള്ള റാൻഡമൈസേഷനും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഫസ്റ്റ് റാൻഡമൈസേഷനും അതുപോലെ പോളിംഗ് പേഴ്സണിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ സോഫ്റ്റ്വെയറിലെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ചു നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ സെൽ പ്രവർത്തനം ആരംഭിച്ചു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ 2ാം നിലയിലാണ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി സെൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഞ്ചിരി സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം നടത്തി. ഇടിവെട്ടിപ്പാറ മലകയറ്റത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സന്ദേശം നൽകി. വികാരി ഫാദർ പോൾ എടത്തൊട്ടി, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായിരിക്കും. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതവും ഒരു കുരിശിൻ്റെ വഴിയാണ്. നമ്മൾ ഇന്ന് കുരിശിൻ്റെ വഴിയിലേക്കൊണ്ട് ഇവിടെ വന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം തന്നെ കുരിശിൻ്റെ വഴിയിലൂടെ യാത്രയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ യാത്ര ചെല്ലേണ്ടത് കൽവരിയിലെ കർത്താവിൻ്റെ അർപ്പണം പോലെ നമ്മുടെയും ജീവിതം ദൈവത്തിന് അർപ്പിക്കണം. എല്ലാം പൂർത്തിയായി എന്ന് നാം ഇന്ന് ആ വായനയിൽ ശ്രമിക്കുകയുണ്ടായി. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുവരെയും നമ്മുടെ പരിസ്ഥിതി സൗഹൃദമായ ചക്കിക്കാവ് കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം. രാവിലെ 8-ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ, പാലാ രൂപത ചാൻസലർ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പീഡാനുഭവ തിരുക്രമങ്ങൾ നടത്തുകയും തുടർന്ന് ക്രിസ്തുവിൻ്റെ വലിയ രൂപവും വഹിച്ചുകൊണ്ട് കാർമൽ മൗണ്ട് കുരിശുമല പള്ളിയിലേക്ക് ഭക്തിസാന്ദ്രമായ കുരിശിൻ്റെ വഴി നടത്തുകയും ചെയ്തു.
സസ്യലതാദികളുടെയും പാറക്കെട്ടുകളുടെ ഇടയിലൂടെ നടത്തിയ കുരിശിന്റെ വഴിയിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. കുരിശുമലയിൽ സന്ദർശനം നടത്തിയ തീർത്ഥാടകർക്ക് വിമലഗിരി ചക്കിക്കാവ് സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ നേർച്ച കഞ്ഞി വിതരണവും നടത്തി. വേഗം ആദാമേ നീ സുതനുടെ സഹനം ദർശിച്ചാലും ശത്രുഗണങ്ങൾ പാപികണക്കെ പീഡിപ്പിക്കും സുതനെ ദർശിച്ചാലും കർത്താവേ, അങ്ങ് എന്നിൽ നിന്നാകുന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. പിതാവിന്റെ മഹത്വത്തിന്റെ തേജസ്സും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിലും മനുഷ്യനായി അവതരിച്ചവനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യോഹന്നാൻ മാംദാനായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവമഹത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായി ഓസ്ലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിലുള്ള പ്രത്യാശ പ്രദാനം ചെയ്തവനുമായ ഈശോ മിശിഹായെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകലത്തിന്റെയും നാഥനും എല്ലാത്തിന്റെയും പരിപാലകനുമായ കർത്താവിൽ നിങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുവിൻ. അനുതാപത്തോടെ തിരുമുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടൊപ്പം സ്വർഗരാജ്യത്തിന് നിങ്ങളെയും മിശിഹ അർഹരാക്കട്ടെ. കർത്താവിന്റെ ശ്രീവായുടെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ.
ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവസ്മരണയിൽ ദുഃഖവെള്ളി ദിനത്തിൽ ആയിരങ്ങൾ തുമ്പച്ചിമലയിലെത്തി. രാവിലെ 8-ന് അറക്കുളം അശോക കവലയിൽ നിന്നും തുമ്പച്ചിമലയിലേക്ക് നടത്തപ്പെട്ട ഭക്തി നിർഭരമായ കുരിശിന്റെ വഴിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ദിനത്തിൽ ആയിരങ്ങൾ തുമ്പച്ചിമലയിലെത്തി. രാവിലെ 8-ന് അറക്കുളം അശോക കവലയിൽ നിന്നും തുമ്പച്ചിമലയിലേക്ക് നടത്തപ്പെട്ട ഭക്തി നിർഭരമായ കുരിശിന്റെ വഴിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. മെയിൻ റോഡിലൂടെ 8 കിലോമീറ്റർ പിന്നിട്ട് മലമുകളിലെത്തിയപ്പോൾ സമാപന പ്രാർത്ഥന നടത്തി. പാലാ രൂപത മുഖ്യ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ പീഡാനുഭവ സന്ദേശം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈശോയുടേതാണെന്ന് നമുക്കറിയാം. ആ ഈശോയുടെ റോള് അഭിനയിക്കുവാനായിട്ട് എംജിആറുമായിട്ട് അവർ സംബന്ധിച്ചു. കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് എംജിആർ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. ബോളിവുഡിലൊക്കെ വളരെ പ്രമുഖമായിട്ടുള്ള സിനിമ ഈശോയെ പറ്റി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മലയാളം പതിപ്പെന്ന നിലയിൽ ഈശോ എന്ന ചിത്രം മലമുകളിലെത്തിയ വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയിരുന്നു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം KSRTC തുമ്പച്ചിയിലേക്ക് പ്രത്യേക സർവീസ് നടത്തിയിരുന്നു. സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ, ഫാദർ ജോർജ് തറപ്പേൽ, ബ്രദർ ജസ്റ്റിൻ കാട്ടുങ്കൽ, ബ്രദർ ടോം വാഴയാരിക്കൽ, കൈക്കാരന്മാരായ ടോമി പുളിമൂട്ടിൽ, സിജു ചെറുവള്ളാത്ത്, ജിൻഡി മറ്റത്തിനാനിക്കൽ, അലക്സ് മഞ്ഞക്കുന്നിൽ, പാരീഷ് കൗൺസിൽ പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന AM ദേവസ്യയുടെ 1ാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടക്കലിന്റെ അധ്യക്ഷതയിൽ കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന AM ദേവസ്യയുടെ 1ാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടക്കലിന്റെ അധ്യക്ഷതയിൽ കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അത് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഒരു കർമ്മധീരനായ ഒരു പടയാളി എന്നുള്ള നിലയിൽ എതിരാളിയോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുകയല്ല. മർമ്മം നോക്കി തിരിച്ചു കൊടുക്കാനും പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അത് യോഗത്തിലായാലും അല്ലെങ്കിലും ഒക്കെ മർമ്മം നോക്കി കൃത്യമായ പ്രയോഗങ്ങൾ അളന്ന് തൂക്കി പ്രയോഗിക്കുന്ന കാര്യത്തിൽ ദേവസ്യത്തൻ നല്ല മിടുക്കനായിരുന്നു. ദേവസ്യത്തിൻ്റെ അഭാവം ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നവർക്ക് അവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ദേവസ്യത്തിനെ പോലുള്ള അഡിക്റ്റഡായ പാർട്ടി പ്രവർത്തകന്മാർ, ആ ആളുകളുടെ അഭാവം നിർദ്ദേശിക്കുന്ന ഒരു കാലഘട്ടം. പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ മിക്കവാറൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിൻ്റെ തലമുറ വളരെ കുറവായി വരികയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ദേവസ്യത്തിനെ അനുസ്മരിക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, മുൻ ജനറൽ സെക്രട്ടറി റോയ് K പൗലോസ്, നേതാക്കന്മാരായ ജോൺ നെടിയപ്പാല, NI ബെന്നി, TJ പീറ്റർ, ഇന്ദു സുധാകരൻ, ജാഫർ ഖാൻ മുഹമ്മദ്, ജോസ് ഊരക്കാട്ടിൽ, ബേബി തോമസ്, മനോജ് കോക്കാട്ട്, ടോണി തോമസ്, ജോപി സെബാസ്റ്റ്യൻ, TK നാസർ, ബിന്ദു പ്രസന്നൻ, ജോജോ ജോസഫ് തുടങ്ങിയവർ അനുസ്മരണ സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തൂഫാൻ തോമസ്, PS ഭാസ്കരൻ, MA ബിജു, സുരേഷ് ബാബു, മണ്ഡലം പ്രസിഡന്റുമാരായ മനോജ് തങ്കപ്പൻ, ജോഷി എടാട്ട്, ഷാഹുൽ ഹമീദ്, ജിജോ ജോസഫ്, CV ജോമോൻ, KM ഹംസ, KM ജോസ്, സജീവ് മുണ്ടയ്ക്കൽ, നേതാക്കളായ ജോയി കട്ടക്കയം, സോമി വട്ടക്കാട്ട്, ജോൺസൺ കുര്യൻ, സോമി പുളിക്കൽ, ബിബിൻ അഗസ്റ്റിൻ, VM ചാക്കോ, ബിലാൽ സമദ്, സന്തോഷ് മണക്കാട്, അനീഷ് കിഴക്കൻ, AN ദിലീപ്, ജിജി അപ്രേം, ജേക്കബ് മണക്കാട്, ഹെൻറി ജോർജ്, ആൻസി സിറിയക്, സോണി കിഴക്കേക്കര തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി.
യോഗ നടപടി ആരംഭിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ കുത്തേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. EDC മുഖേന പ്രദീപിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യവും പരിഗണനയിലാണെന്ന് MLA വ്യക്തമാക്കി. ഇന്നലെ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് കുമളി സ്പ്രിംഗ് വാലിയിലെ കുരിശുമലയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിവരവെയാണ് രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. പ്രദേശത്ത് വന്യജീവി സാന്നിധ്യം പതിവായിട്ടും വനം വകുപ്പ് അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പീരുമേട് MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് രാജീവിന്റെ ചികിത്സാ ചെലവിന്റെയും കുടുംബാംഗത്തിന്റെ ജോലിയുടെയും കാര്യത്തിൽ ധാരണയായതെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. നമ്മുടെ പീരുമേട് തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു. DD നൽകിയ ഉറപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഉറപ്പ്, മെഡിസിറ്റിയിൽ അഡ്മിറ്റായിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ്. അത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, അദ്ദേഹം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ EDC മെമ്പേഴ്സാണ്. EDC മുഖേന കഴിയാവുന്ന സഹായങ്ങൾ തുടർന്നും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് EDC മുഖേന ഒരു ജോലി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. കാരണം ഇനി ദീർഘകാലത്തേക്ക് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി DD, തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഏതാണ്ടൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അതേസമയം ആക്രമണകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുജോഗ് സുഭാഷ് റാവു അറിയിച്ചു. നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപോത്ത് എന്നും പുറത്തേക്ക് വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രദേശത്ത് വനപാലകരുടെ പെട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഡിസ്ട്രിക്ട് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇന്നലെ രാത്രി നമുക്ക് ഈ ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഡ്രൈവും അല്ലെങ്കിൽ ഡാർട്ടിങ്ങിന് വേണ്ടി ഓൾറെഡി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ആ അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി സ്റ്റാഫുണ്ട്. ഡേ നൈറ്റിൽ അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാവും. മാറിയിട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. 2 ഡിവിഷനാണ്, കോട്ടയം ഡിവിഷനും പെരിയാർ ഡിവിഷനും. 2 ഡിവിഷന് സ്റ്റാഫ് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അല്ല, ഉണ്ട്, നമുക്ക് സൈൻ ഉണ്ട്, നമുക്ക് സൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു 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 കൺഫ്യൂഷൻ ആയതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഡ്രൈവ് പക്ഷേ ഈ ടെറൈൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അതുവരെ നമുക്കൊരു നമുക്കൊരു കണ്ടുപിടിച്ച് നമുക്കൊരു സൗകര്യമുള്ള ടൈം നമുക്ക് നോക്കിയിട്ട് അടുത്ത് എടുക്കാം ഉണ്ട്. നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റിനുള്ളിലാണോ ഉള്ളത്? യെസ്, അത് ഫോറസ്റ്റിലാണ്, ജസ്റ്റ് ബൗണ്ടറിയിലാണ്. പുറത്തേക്ക് വരാതിരിക്കാൻ അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അത് നമുക്കൊരു ഓർഡറിൽ അത് പറഞ്ഞത്. അതനുസരിച്ച് നമുക്ക് ആൾക്കാർ കുറച്ച് ആവശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ഫുൾ ടൈം പെട്രോളിംഗ്. യെസ്, അത് ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാവും. ഡേ ഉണ്ടാവും, നൈറ്റിലും ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. ഫെൻസിങ് അങ്ങനെയുള്ള ഫെൻസിങ്ങിൻ്റെ ഓൾറെഡി നമുക്കൊരു നിലവിൽ ഫെൻസിങ് ഓൾറെഡി ഒരു 4 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ നിലവിൽ ഫെൻസിങ്ങിൻ്റെ നമുക്ക് പുതിയ ഫെൻസിങ്ങിന് വേണ്ടി ഓൾറെഡി നമുക്കൊരു ഫണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടെൻഡർ പ്രോസസ്സ് നമുക്ക് ഈ വിതിൻ 2 വീക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഫോർമാലിറ്റി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫെൻസിങ് പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട്. പരിക്കേറ്റ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാജീവ് അപകടനില തരണം ചെയ്തു. കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള വനാതിർത്തിയിൽ ഫെൻസിംഗ് ചെയ്ത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. BBC ന്യൂസ്, കുമളി. ദുഃഖവെള്ളി ദിനമായതിനാൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് പ്രചരണ പരിപാടികളൊന്നും ഉണ്ടായില്ല. രാവിലെ എഴുകുംവയലിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി കാൽനടയായി കുരിശുമല കയറി. തുടർച്ചയായി 8ാം വർഷമാണ് ഡീൻ ദുഃഖവെള്ളി ദിനത്തിൽ എഴുകുംവയൽ കുരിശുമലയിൽ പീഡാനുഭവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനൊപ്പമാണ് ഡീൻ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. തുടർന്ന് കുരിശുമല ദേവാലയത്തിൽ നടന്ന പീഡാനുഭവ ശുശ്രൂഷയിലും പങ്കെടുത്തു. ഇതിനുശേഷം വിശ്വാസികളോടൊപ്പം നേർച്ചക്കഞ്ഞി കഴിച്ച് അവരുടെ അനുഗ്രഹം തേടിയാണ് ഡീൻ കുര്യാക്കോസ് കുരിശുമല ഇറങ്ങിയത്. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രോഗി സന്ദർശിച്ച ശേഷം കഴിഞ്ഞ ദിവസത്തെ പ്രചരണ പരിപാടി UDF സ്ഥാനാർത്ഥി അവസാനിപ്പിച്ചു. ഓശാന പാടി എതിരേറ്റു വരും
ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാസിക്കുന്ന ഒന്നാം പ്രാവശ്യം വീഴുന്നു. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എഴുകുമല കുരിശുമല കയറി. എഴുകുമേൽ ടൗൺ കപ്പളയിലെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കുരിശുമലയറ്റത്തിന് തുടക്കമായത്. പരിഹാര പ്രദക്ഷിണം കുരിശുമല കയറി സെന്റ് തോമസ് മൗണ്ടിൽ എത്തിച്ചേർന്നു. നേർച്ചക്കഞ്ഞി കഴിച്ച് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളും പങ്കെടുത്താണ് ജോയിസ് ജോർജ് മടങ്ങിയത്. തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആടുപഴുതുകളിലേക്ക് കൈകാലികൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം കൊന്നത്തടി പഞ്ചായത്ത് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിപ്പാറ നിവാസികൾ വോട്ട് ബഹിഷ്കരണവുമായി രംഗത്ത്. തങ്ങളുടെ പ്രദേശത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അവഗണനയ്ക്കെതിരായിട്ടാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ മുൻപോട്ട് വന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്ദേശം 4 കിലോമീറ്ററോളം വരുന്ന ഈ റോഡിന്റെ ഭൂരിഭാഗം പ്രദേശവും വാഹന സഞ്ചാരയോഗ്യമല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തൽസ്ഥിതി തുടർന്നാൽ വോട്ട് ബഹിഷ്കരിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിയുമ്പോൾ പിന്നെ ആരും ഈ വശത്തേക്ക് നോക്കാറുമില്ല, ഒന്നും പറയാറുമില്ല. ഞങ്ങളെ ഈ രോഗം പിടിച്ച് കിടക്കുന്ന ഞങ്ങളൊക്കെ ഇതിൽ എങ്ങനെയൊന്നും നടന്നു പോകുന്നതെന്ന് സാറിന് അറിയാവോ? സാറിന് ഏകദേശം അറിയാമല്ലോ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ. പലപ്പോഴും രോഗികളെ എടുത്തുകൊണ്ട് വേണം ആശുപത്രികളിലേക്കും മറ്റും കൊണ്ടുപോകാൻ. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന കാറ്റാടിപ്പാറ കൊന്നത്തടി പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കാക്കി പ്രദേശത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കണമെന്ന് കാറ്റാടിപ്പാറ വികസന സമിതിക്ക് വേണ്ടി അജീഷ് പ്ലാത്തോട്ടം, ബിജോ കാണ്ടാവനം, സജീഷ് തുരുത്തേൽ, റോബർട്ട്, ശോഭന, ശിവരാമൻ എന്നിവർ ആവശ്യപ്പെട്ടു. കാറ്റാടിപ്പാറ പ്രദേശത്തുള്ള ജനങ്ങളുടെ മാനസികമായ വൈകാരികമായ ഒരു പ്രകടനമാണ് ഈ വോട്ട് ബഹിഷ്കരണം. കാരണം 10-75 വർഷമായിട്ട് നമുക്കിവിടെ റോഡില്ല. ഉള്ള റോഡ് നിലവിൽ വളരെ ശോചനീയാവസ്ഥയിൽ, യാത്ര ചെയ്യാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ, പല നിവേദനങ്ങളും പല പരാതികളും എല്ലാം സർക്കാരിന് കൊടുത്തിട്ട് യാതൊരു പരിഗണനയും ചെയ്യാത്ത അവസ്ഥയിൽ അവസാന പോംവഴി എന്ന നിലയിലാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ജനങ്ങൾ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഏപ്രിൽ 4-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. ദുഃഖവെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി നടത്തി. കുമളി സ്പ്രിംഗ് വാലിയിൽ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ കുത്തേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.